ക്ഷേത്രത്തില് മുളജടം നടക്കുകയാണ്. അപ്പൊ തമ്പുരാന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു, നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. സംഭാഷണമൊന്നും അല്ല. എന്റെ പ്രിയ സുഹൃത്ത് ടൈറ്റസ് വർഗീസ് എന്ന മാധ്യമ പ്രവർത്തകനാണ് അഡ്വക്കേറ്റ് ആദർശ് കുമാറിന് എനിക്ക് പരിചയപ്പെടുന്നത്. പ്രധാനമായിട്ടും സൈതവ ബുക്സ് സാഹിത്യ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജ്യോതിഷവും വാസ്തുശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അനവധി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പലപ്പോഴും എനിക്കത് വായിച്ചു നോക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അഡ്വക്കേറ്റ് ആദർശ് കുമാർ അദ്ദേഹത്തിന്റെ മാറ്റർ കൈ തന്നപ്പോൾ ഞാനൊരു കൗതുകത്തിന്റെ പേരിൽ അന്ന് 2 ദിവസം ജലദോഷമായതുകൊണ്ട് ഞാനൊരു കൗതുകത്തിന്റെ പേരിൽ അത് വായിച്ചു നോക്കുകയും ഇപ്പോൾ ഞാൻ ആ സബ്ജക്റ്റിൽ എനിക്ക് വളരെ താല്പര്യം തോന്നുകയും ചെയ്യുന്നു. ഇതിലൊക്കെ ശരിയുണ്ടെന്നും ഇതൊക്കെ ഒരു സയൻസ് ആണെന്നും ഇതൊക്കെ ഒരു ശാസ്ത്രമാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഞാൻ വളരെ താല്പര്യം കാണിക്കുകയും ഇതിൽ പലപ്പോഴും ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം പറയുന്ന മറുപടികൾ എനിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാറില്ല, കാരണം ഞാൻ ആ വിഷയത്തിന്റെ ആളല്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ച് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒക്കെ അങ്ങനെ ആയിരിക്കുമെന്നാണ് എന്റെ ഒരു ധാരണ. നമുക്ക് അഡ്വക്കേറ്റ് ആദർശ് കുമാറിന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആദിത്യവർമ്മ തമ്പുരാനാണ്. ഈ എളിമയുടെ പ്രതീകം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കാം. 2 ദിവസം മുമ്പ് ഞാൻ സഭാവസരത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോ തമ്പുരാനോടുണ്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പോയി സംസാരിക്കൊന്നുമില്ല, തമ്പുരാനോട് നിൽക്കോട്ടെ. അപ്പം ഒരു പൂജയൊക്കെ കഴിച്ചിട്ട് കയ്യിലും തലയിലും എല്ലാമായിട്ട് പൂജ കഴിക്കാൻ പൂക്കളും മാലയും ഒക്കെ ആയിട്ട് ഒരു സ്ത്രീ ജോലിക്കാരിയാണ്. അവരിങ്ങനെ ഒരു ചെറിയ വാതിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തമ്പുരാനോട് ചിരിഞ്ഞു നിൽക്കുക. അങ്ങോട്ട് മാറി നിൽക്കും. കുറെ നേരം ആയല്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കടന്നു പോകണ്ടേ എന്ന് അവർ ചോദിക്കുകയും അപ്പൊ തമ്പുരാന് എന്താ പോയിട്ട് തമ്പുരാൻ ഒന്നും മിണ്ടാതെ അവരെ നോക്കി ഇങ്ങനെ ഒന്ന് തൊഴുതു. ഇന്നലെ മെനയാൻ നടന്നതാ. അദ്ദേഹം അവര് കാണുന്നത് ആ ക്ഷേത്രത്തിന്റെ ഉടമയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം. ക്ഷേത്രത്തിന്റെ ഉടമയെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ പറയുന്നത് ശരിയാണോ തമ്മില് തെറ്റൊന്നുമില്ല. ഈ രാജ്യത്തിന്റെ ഉടമയാണ് അദ്ദേഹം. തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി ശ്രീപത്മനാഭനാണ്. ശ്രീപത്മനാഭന് വേണ്ടി ഭരിക്കുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട അദ്ദേഹത്തിനെയാണ് അവിടുത്തെ ഒരു ജോലിക്കാരി വരുത്തിയത്. ഒരു ഭാവഭേദവും ഇല്ലാതെ അദ്ദേഹം വളരെ വിനയത്തോടുകൂടി ആ സ്ത്രീയെ തൊഴുകയും അവര് വല്ലാതെ വിഷമിച്ചു പോവുകയും ചെയ്ത ഒരു കാര്യം ഞാൻ വളരെ കൗതുകത്തോടു കൂടി കണ്ടു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇങ്ങനെയൊന്നും ഒരിക്കലും പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ, അങ്ങനെ പെരുമാറാൻ കഴിയണം എന്നൊക്കെ ഒരു പാഠം അദ്ദേഹം അറിയാതെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് മെനഞ്ഞാന്നാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെയൊക്കെ ആകാൻ ശ്രമിക്കും. മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴോ ചൂടാവുമ്പോഴോ ഒന്നും പ്രതികരിക്കാതെ ചിരിക്കണമെന്നൊക്കെ ഞാനും ആഗ്രഹിക്കുകയാണ്. അതൊക്കെ ഒന്നും അറിയില്ല. ഏതായാലും അതുപോലെയുള്ള ഒരു മഹാനായ ആളാണ് നമ്മുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് വലിയ മഹത്താണ്. ആ പുസ്തകത്തിന് അതിന്റെ ഖ്യാതി വളരെ വലുതാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു പുസ്തകവും ഒരു ഗ്രന്ഥകർത്താവ്